ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടിട്ട് കാറ്റഗറി 3 അഡോളസൻറ്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്ടോബർ 2023 നടത്തിയ പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മളിതിനു മുമ്പ് ചെയ്ത എല്ലാ വീഡിയോസുടെയും ലിങ്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ സ്ക്രീനിലും വരുന്നതാണ്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ സൈക്കോളജിയിലെ 10 ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ചോദ്യം 31-ാമത്തെയാണ്. അതിനു മുമ്പുള്ള 30 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009, റൈറ്റ് ഓഫ് ചിൽഡ്രൻ to free and compulsory education act 2009, elementary education means education from. ഈ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫ്രം ഫസ്റ്റ് ക്ലാസ് ടു 4th ക്ലാസ് ആണോ, ഫസ്റ്റ് ക്ലാസ് ടു 8th ക്ലാസ് ആണോ, ഫസ്റ്റ് ക്ലാസ് ടു 7th ക്ലാസ് ആണോ, അതോ ഫസ്റ്റ് ക്ലാസ് ടു 5th ക്ലാസ് ആണോ വരുന്നതെന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് ക്ലാസ് ടു 8th ക്ലാസ്. ഓക്കെ, ഇതാണ് റൈറ്റ് RT ആക്ട് അഥവാ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനിൽ 2009 വരുന്നത് ഫസ്റ്റ് ക്ലാസ് ടു 8th ക്ലാസ്. രണ്ടാമത്തെ ചോദ്യം, വിത്ത് റെസ്പെക്ട് ടു ദ എക്സ്പെരിമെന്റ് ഓഫ് ഇവാൻ പാവ്ലോ ഓൺ ഡോഗ് അബൌട്ട് ദ സലൈവേഷൻ ഓൺ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് മിസ്മാച്ച്ഡ് ഓപ്ഷൻ. ഇവാൻ പാവ്ലോയുടെ ഡോഗ് വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഉണ്ട്, സലൈവേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും റെസ്പോൺസും ബെല്ല് വെച്ചിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് നമ്മൾ BEd പഠിക്കുന്നുണ്ട്. ആ എക്സ്പെരിമെന്റിൽ മിസ്മാച്ച് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, റിംഗിങ് ഓഫ് ബെല്ല് കണ്ടീഷൻഡ് സ്റ്റിമുലസ്, സെക്രേഷൻ ഓഫ് സലൈവ ഇൻ പ്രസൻസ് ഓഫ് ഫുഡ് നാച്ചുറൽ റെസ്പോൺസ്, സെക്രേഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൽ ഈസ് റാങ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ഇതിൽ ഏതാണ് മിസ്മാച്ച് ആയിട്ട് വരുന്ന ഓപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് മിസ്മാച്ച് ആയിട്ട് വരുന്ന ഓപ്ഷൻ? അത് ഓപ്ഷൻ ഡി ആണ്, സെക്രേഷൻ ഓഫ് സലൈവ വെൻ ഓൺലി ബെൽ ഈസ് റിങ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് PTSD, ADHD, SAD, ODD. ഓക്കെ, ഇതിൽ ഏതാണ് ഈ ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസിവിറ്റി എന്ന് വരുന്നതെന്നാണ് ചോദ്യം. ഇതിൽ എന്താണ് PTSD എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ്, അഥവാ എ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫെയിലിയർ ടു റിക്കവർ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നസ് എ ടെറിഫൈങ് ഇവന്റ്. ഒരു ടെറിഫൈങ് ഇവന്റിന് ശേഷമുള്ള റിക്കവറിക്കാണ് നമ്മൾ ഈ PTSD, അതിനുള്ള ഒരു എന്താ പറയുക, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് അതിന് പറയുന്നത്. എ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫെയിലിയർ ടു റിക്കവർ ടു ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നസിങ് എ ടെറിഫൈങ് ഇവന്റ്. ദെൻ ADHD വരുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിങ് അറ്റൻഷൻ ഡിഫിക്കൽട്ടി, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ്. ഇവിടെ നമുക്ക് ഓപ്ഷൻ ആയില്ലേ, അറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത് ADHD ആണ്. നമ്മളുടെ ഓപ്ഷൻ കിട്ടി, ഓപ്ഷൻ ബി ആണ്. ഇനി എന്താണ് SAD? സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ആണ് SAD എന്ന് പറയുന്നത്. എ മൂഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഡിപ്രഷൻ ദാറ്റ് ഒക്കർ അറ്റ് ദ സെയിം ടൈം എവറി ഇയർ. ഓരോ വർഷവും സെയിം ഇയറിൽ വരുന്ന ഒരു മൂഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ആണ് എന്ന് പറയുന്നത് SAD അഥവാ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. ദെൻ ODD, ഒപ്പോസിഷണൽ ഡെഫിയന്റ് ഡിസോർഡർ, എ ഡിസോർഡർ ഇൻ എ ചൈൽഡ് മാർക്ക്ഡ് ബൈ ഡെഫിയന്റ് ആൻഡ് ഡിസൊബീഡിയന്റ് ബിഹേവിയർ ടു അതോറിറ്റി ഫിഗേഴ്സ്. ഓക്കെ, അപ്പോൾ ADHD നമുക്ക് കിട്ടിയ എന്താണ്? അതാണ് നമ്മളുടെ ഓപ്ഷൻ. ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ADHD, ഓപ്ഷൻ ബി. According to Abraham Maslow, the need placed at the bottom of the hierarchy of need is. എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കിയിൽ ഏറ്റവും ബോട്ടമിൽ വരുന്ന നീഡ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ആ നീഡ്സുകളൊന്ന് നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്സിൻ്റെ നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലേഷൻ നീഡ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ വരുന്നത്, ഞാൻ താഴത്തുനിന്നല്ല എഴുതിയിട്ടുള്ള, മേലെന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്?
ഫിസിയോളജിക്കൽ നീഡ്സ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. Then അടുത്ത്, which of the following factor is least important in influencing teachers' performance in classroom? Which of the following factor, താഴെ തന്നിട്ടുള്ള ഫാക്ടറുകളിൽ ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസിങ് ടീച്ചേഴ്സ് പെർഫോമൻസ് ഇൻ ക്ലാസ് റൂം? ടീച്ചറിൻ്റെ പെർഫോമൻസ്, ക്ലാസ് റൂമിലുള്ള ടീച്ചറിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്, വലിയ പ്രാധാന്യം ഇല്ലാത്ത അല്ലെങ്കിൽ ചെറിയ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന രീതിയിൽ ഓക്കെ ഏതാണ് വരുന്നത്? ദ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, ആനുവൽ ഇൻകം ഓഫ് പാരൻറ്റ്, പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ്, ടീച്ചിങ് മെത്തഡോളജി. ഏതാ വരുന്നത്? ആനുവൽ ഇൻകം ഓഫ് പാരൻസ് ആണ് വരുന്നത്. അതിനെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ടീച്ചറിൻ്റെ പെർഫോമൻസ് ക്ലാസ് റൂമിൽ ഇതാക്കുന്നതിന്? ഇല്ലല്ലോ. അപ്പം ആനുവൽ ഇൻകം ഓഫ് പാരൻസ്. Then the competency of a teacher in teaching process can be assessed on the basis of. The competency of a teacher in teaching process can be assessed on the basis of service seniority of the teacher, well-dressing and personality of a teacher, number of papers published on the journal, ability to cater the academic needs in classroom as well as non-academic needs of students. ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ്ങിൻ്റെ കോമ്പിറ്റൻസിയിൽ ഒരു ടീച്ചറിനെ നമ്മൾ അസസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? സർവീസ് സീനിയോറിറ്റി വെച്ചിട്ടാണോ, അതോ വെൽ ഡ്രസ്സിങ് ആൻഡ് പേഴ്സണാലിറ്റി വെച്ചിട്ടാണോ, നമ്പർ ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഓൺ ജേർണൽ വെച്ചിട്ടാണോ, അതോ എബിലിറ്റി ടു കാറ്റർ ദ അക്കാഡമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെൽ ആസ് നോൺ അക്കാഡമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്? ഇതിലേത് വെച്ചിട്ടാണ് നമ്മളൊരു ടീച്ചറിനെ അസസ് ചെയ്യുന്നത്? ഏത് വെച്ചിട്ടാ നമുക്ക് പറയാൻ പറ്റും? കറക്റ്റായിട്ട് നമുക്ക് പറയാം, എബിലിറ്റി ടു കാറ്റർ ദ അക്കാഡമിക് നീഡ്സ് ഇൻ ക്ലാസ് റൂം ആസ് വെൽ ആസ് ഇൻ ദ അക്കാഡമിക് നീഡ്സ് ഓഫ് സ്റ്റുഡൻറ്റ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം വരുന്നത്, സം ഐഡിയാസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ ആർ ഗിവൺ. ഹ്യൂമൻ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഐഡിയകൾ തന്നിട്ടുണ്ട്. ആ ഐഡിയകൾ ഞാൻ വായിക്കാം. ബേസിക് ഇൻസ്റ്റിങ്സ് ആർ ദ ബേസിക് ഗൈഡിങ് factor of human behavior. The adjustment and maladjustment in one's life depend on the degree of gratification of one's sex needs. The behavior acts which have similarity are said to belong to one group called trait. Traits like talkative, sociable, and adventurous belong to the dimension extraversion. The idea among the above proposed by Sigmund Freud are. ഇതിൽ ഏതൊക്കെ ഐഡിയകളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ 1 and 2 ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആർ ദ ബേസിക് ഗൈഡിങ് ഫാക്ടർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ദ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ദ മാൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ വൺസ് ലൈഫ് ഡിപ്പെൻഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് വൺ സെക്സ് നീഡ്. ഓപ്ഷൻ സി 1 and 2. Then എട്ടാമത്തെ ചോദ്യം, turning the head and opening the mouth when touched on the cheek of a baby is a major reflex which is known as rooting, Moro, Grass and Babinski. ഓക്കെ, ടേണിങ് ദ ഹെഡ് തിരിക്കുന്നത്, ആൻഡ് ഓപ്പണിങ് ദ മൗത്ത് വാ തുറക്കുന്നത്, അതേപോലെ വെൻ ടച്ച് ഓൺ ദ ചീക്ക് കുട്ടിയുടെ ചീക്കിൽ കവിൾ നമ്മളിങ്ങനെ തൊടുമ്പോൾ. ഇത് മേജർ റിഫ്ലക്സ് വിച്ച് ഈസ് നോൺ ആസ് എന്താണ് അറിയപ്പെടുന്നത്? റൂട്ടിംഗ് എന്നാണോ, മോറോ എന്നാണോ, ഗ്രാസ് എന്നാണോ, ബെബിൻസ്കി എന്നാണോ? ഏതാ അറിയപ്പെടുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, റൂട്ടിംഗ്. The psychologist who proposed 6 stages of moral development is Jerome S. Bruner, Lawrence Kohlberg, Sigmund Freud and Albert Bandura. Psychologists who propose 6 stages of moral development. Moral development 6 stages propose ചെയ്തിട്ടുള്ളത് ആരാന്നാണ് ചോദ്യം. ആരാണ് അത്? ലോറൻസ് കോൾബർഗ് ആണ്. The last question. According to Herbert, the different steps that can be adopted in teaching process are. ടീച്ചിങ് പ്രോസസ്സിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. പ്രിപ്പറേഷൻ, അസോസിയേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓൺലി. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ജനറലൈസേഷൻ ഓൺലി. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓൺലി. ഇതിലേതാ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ.
അപ്പോൾ കുട്ടികളെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 40 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ഒക്ടോബർ 2023 അഡോളസൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഒരു 30 ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിലാണ്. അത് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കാം അല്ലെങ്കിൽ മലയാളമായിരിക്കാം. ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കണം. അതിന് പിന്നെ അതേപോലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞു. എക്സാം അങ്ങ് അടുത്ത് വന്നു. ഇതിപ്പോൾ മെയ് തീരാറായി, ജൂണിലാണ് നമ്മുടെ എക്സാം വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു all the very best and thank you for watching this video. See you soon. Bye bye.